അളിയൻ ഇവിടെ ഉണ്ട്, ഇങ്ങോട്ട് വരല്ലേ? അങ്ങനെ ഉപദ്രവിക്കാൻ യക്ഷി വരല്ലേ എന്ന്. ഉപദ്രവിക്കൊക്കെ ചെയ്യും. ലക്ഷ്യമില്ലാത്ത യക്ഷി. യക്ഷി ഉപദ്രവം തുടങ്ങി. എന്തുകൊണ്ടാണ് ഉപദ്രവം തുടങ്ങിയത്? അളിയന്റെ നാളൊക്കെ മനസ്സിലായി. ഞാൻ ഒരു കാര്യം ചോദിച്ചു, അളിയൻ ഇതൊന്നും കാണാനും പറ്റുന്നില്ല, അളിയൻ ഒരു കുഴപ്പമില്ല. ഞാൻ 2 അടിച്ചിട്ട് കിടന്ന് ബോധമില്ല കിടന്ന് ഉറങ്ങുമല്ലോ. 2 അടിച്ച കുഴപ്പമില്ല. അപ്പൊ 2 എനിക്ക് എന്താ? അത് തീർന്നു. ഞാൻ ഇന്ന് കുപ്പി കുടിച്ച് തീർന്നില്ല. അപ്പൊ 2 അടിക്കാൻ എന്താ ഒരു വഴി? കാര്യം ചെയ്യും, അളിയൻ പിടിക്കും, 2 മാച്ചോണ്ട് പോയിട്ടോ. എന്നെ ഒറ്റയ്ക്ക് പോവല്ലേ? അത് ശരിയാന്നില്ല, പൊളിഞ്ഞു പോയി. ഓണം നാളെന്ന് പറഞ്ഞിട്ട് ടെൻഷൻ. ഇതിപ്പോ എന്തോ ചെയ്യും എന്താന്നറിയാവോ? പേടിച്ചിട്ടേ തൊണ്ട വരണ്ടിട്ട് വെള്ളം കുടിക്കാനുള്ള ഒരു പേടിച്ചു കഴിഞ്ഞാൽ ആരായാലും ഒരു ചായ കുടിക്കാൻ അങ്ങനെ തോന്നുന്നു. നല്ല സമയത്ത് തന്നെ ഇപ്പൊ ഞാൻ വിചാരിച്ചുള്ളൂ ഒരു ചായ കുടിക്കണമെന്ന്. താങ്ക് യു നിങ്ങളെ, നല്ല താങ്ക് യു കേട്ടോ. അച്ഛൻ നമ്മൾ ഒരു ചായ കുടിക്കണമെന്ന് വിചാരിക്കുമ്പോ നമ്മളത് കുടിക്കണം. നേരത്തെ ഞാൻ ഇവിടെ വെച്ച് കണ്ടെന്ന് പറഞ്ഞില്ലേ, അവൾ ഇപ്പൊ ഇവിടെ വന്നിട്ട് പോയാ എവിടെ? ഇപ്പൊ ഇവിടെ ചായ കൊണ്ടുവന്നാ കണ്ട? എനിക്ക് വേണ്ട. അയ്യോ അളിയാ, ഉണ്ട് എനിക്കിപ്പോ വിശ്വാസമായി. അളിയാ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അതുണ്ട്. എനിക്ക് ചില ആൾക്കാരെ, ഈ താടി വെച്ച ആൾക്കാരെ യക്ഷിക്ക് അത്ര പിടിക്കത്തില്ല. താടി വെച്ചവരെ ഉപദ്രവിക്കും. കാര്യം കേട്ടിട്ടില്ലേ, താടി വെച്ചനെ പേടിയുള്ളൂ, താടി വെച്ച അപ്പനെ പേടിയുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടളിയാ. ഷേവ് സെറ്റ് ഉണ്ടോ? ഷേവിംഗ് സെറ്റ് ഇവിടെ ഇല്ല. എന്നാ പിന്നെ ഞാൻ പോയി ഷേവ് ചെയ്തിട്ടൊന്നല്ലോ. അത് നല്ലതാണ്. അളിയൻ പോയി ഷേവ് ചെയ്തിട്ട് കുറെ സമയം കിട്ടില്ല. അയ്യോ ഇന്ന് കട മുടക്കമാണല്ലോ, ചൊവ്വാഴ്ചയായിട്ട്. അല്ലല്ലേ ഇന്ന് ചൊവ്വാഴ്ചയല്ലേ? അപ്പൊ ഇന്ന് കട തുറക്കത്തില്ല, പിന്നെ എങ്ങനെ ഷേവ് ചെയ്യും? ഒരു തരത്തിലും അതാണ്, ഒരു തരത്തിൽ എന്നെ ഷേവ് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഒരു കാര്യം ചെയ്യാം, അത് മാത്രമല്ല ഞാനിപ്പോ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് രക്ഷപ്പെട്ട് പോയാലേ നിങ്ങൾ ഇവിടെ കിടന്ന് പുഴുക്കും. അത് മാത്രമല്ല വേറൊരു കാര്യം കൂടെ ഉണ്ട്. എന്താ? ഈ പെങ്ങൾ എന്നെ വിളിച്ചു പറയും, എന്റെ ഭർത്താവിനോട് നീ ഒറ്റയ്ക്ക് കൊടുത്തിട്ട് നീ രക്ഷപ്പെട്ടാടാന്ന് ചോദിക്കും. അതുകൊണ്ട് അളിയന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകാതെ ഞാൻ ഇവിടെ നിന്ന് പോകത്തില്ല. എന്റെ പുക കണ്ടേ അടങ്ങും. അളിയാ യക്ഷി എവിടെ? യക്ഷികളിയാ എവിടെ അളിയാ? കപ്പെടുത്തോണ്ട് പോണളിയാ. എവിടെ? അതുകൊണ്ട് അങ്ങോട്ട് നോക്ക്. ശരി, ഒരു കപ്പ് പോകുന്നുണ്ട്. കപ്പല്ല, ഒരാളും കൂടെ ഉണ്ട്, അങ്ങോട്ട് നോക്ക്. അളിയാ പെണ്ണ് പോണെന്ന് എനിക്ക് കാണാൻ പറ്റുന്നില്ലടാ. പോത്തെ കാണാൻ പറ്റുന്നില്ലേ? അയ്യോ അപ്പൊ ഇത് വിഷയമാണളിയാ. ഞാൻ പറഞ്ഞില്ലയോ ഇത് വിഷയമാണ്. മേപ്പാടനെ വിളിക്കാം. ഇവിടെ എന്തെങ്കിലും രക്ഷിക്കുന്നതിന് ഉടനെ മേപ്പാടനെ എടുത്തോട്ട് എന്തിനാ പോന്നെ? പിന്നെ കീഴ്പ്പാടനെ വിളിക്കാം. ആരെങ്കിലും വിളിക്കണം, ഒരു മന്ത്രവാദി വിളിക്കാം. എനിക്കറിയാവുന്ന മന്ത്രവാദി ഉണ്ട്. ആരാത്? പണ്ട് ഗുണ്ടായിരുന്നു, ഇപ്പൊ ഭയങ്കര മന്ത്രവാദിയാ. ഈ പുള്ളിയാണെന്നുണ്ടെങ്കിൽ യക്ഷികളെ കണ്ടു കഴിഞ്ഞാൽ ആണിയെടുത്ത് തലയിലെടുത്ത് ഇങ്ങനെ അടിക്കുന്ന സംഭവം ഒന്നും ഇല്ല. പിന്നെന്തുവാ? കമ്പിപ്പാരെടുത്ത് തലയടിച്ചങ്ങ് പൊട്ടിക്കും. അത്രയും വേണോ? പിന്നെ വേണോ? കുഴപ്പമില്ല. പിന്നെ യക്ഷിയെ കൊന്ന എവിടെ നിന്ന് ജയിലിപ്പം. പിന്നെ അവന്റെ ഏറ്റവും വലിയ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തീ ഇങ്ങനെ ഇടും. ഈ ഇട്ടിട്ട് ഈ യക്ഷിയെ പിടിച്ച് അതിനകത്തിട്ട് ചൂടും. ഈ യക്ഷിയെ കാണുമ്പോ അവന് ചെറിയ ഭ്രാന്തൊക്കെ. അത് മാത്രമല്ല, ഈ എന്റെ കണ്ണി കണ്ട യക്ഷിയെ 2 അറ്റ് വലിച്ചു കീറി ഞാൻ അടുപ്പിനകത്ത് വെച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് പോകത്തുള്ളൂ. മനസ്സിലായ? അല്ലെങ്കിൽ ഞാൻ പെങ്ങൾ എന്നെ കൊലക്ക് കൊടുക്കാനുള്ള പരിപാടി ആയിരുന്നല്ലേ? നീ എന്നെ കൊലക്ക് കൊടുത്തത്. യക്ഷിയൊന്ന് നിന്നേ. യക്ഷിയാറ്റ് വന്നാൽ യക്ഷിയാറ്റ് തന്നെ നിൽക്കണം, അല്ലാതെ വീട്ടുകാരത്തിയായിട്ട് കയറി അങ്ങ് നിൽക്കരുത് കേട്ടോ. ഈ പരിസരത്തെങ്ങാൻ ഇനി മേലെ കണ്ട മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും. എന്റെ പൊന്നു കൂടപ്പുറപ്പേ, ചോറ്റാനിക്ക് അമ്മ സത്യം, ഞാൻ ഈ ഏരിയ വരൂല.